സ്ത്രീകൾക്കെതിരായ അതിക്രമം പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അപ്പോൾ പക്ഷേ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഡോക്ടർമാർ, പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് കൂടുതൽ പേർ ഈ കേസിലുണ്ട്. അതായത് സഞ്ജയ് റോയ് മാത്രമല്ല ഈ കേസിലുള്ളത്. അപ്പോൾ കൂടുതൽ പേരുണ്ട്, അവരെ പുറത്തു കൊണ്ടുവരണം. മാത്രമല്ല CBI അന്വേഷണത്തിൽ ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സമരം തുടരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സഞ്ജയ് റോയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. പ്രതി സഞ്ജയ് റോയ് ആണെന്ന് വ്യക്തമാണ്. പക്ഷേ സഞ്ജയ് റോയുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. പക്ഷേ ഓഗസ്റ്റ് 9-ന് പുലർച്ചെ 1:30 ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിൽ, അവിടെയാണ് ഈ ബലാത്സംഗ കൊലപാതകം നടക്കുന്നത്. അവിടെ സഞ്ജയ് റോയ് എത്തുന്നത് ഏതാണ്ട് 1:30 സഞ്ജയ് റോയ് എത്തുന്നു. 4:30 പുറത്തേക്ക് ഇറങ്ങുന്ന അതാണ് ഈ CCTV ദൃശ്യങ്ങളുള്ളത്. അപ്പോൾ സഞ്ജയ് റോയുടെ പങ്ക് അവിടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ഏതായാലും നുണപരിശോധന അടക്കം നടക്കേണ്ടതുണ്ട്. ഏതായാലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കേവലം കൊൽക്കത്തയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. കൊൽക്കത്തയിൽ നിന്ന് അസമിലേക്ക് വരികയാണെങ്കിൽ അവിടെ 10ാം ക്ലാസ്സുകാരിയാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ആ 10ാം ക്ലാസ്സുകാരി ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്ന വഴി 3 പേർ മോട്ടോർ സൈക്കിളിൽ എത്തുകയും ഈ പെൺകുട്ടിയെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും പിന്നീട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. അതിന് വ്യാപക പ്രതിഷേധം അസമിൽ നടക്കുന്നു. അസമിലെ നാഗാവിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ കടകൾ അടച്ചൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി അസമിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇന്നൊരു ബന്ദ് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതായത് ബദലാപൂരിൽ 4 വയസ്സ്